ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ മൂത്ത മോൻ്റെ 7th ബർത്ത്ഡേ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ മാത്രം അങ്ങനെ ആഘോഷിക്കണ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രം. അപ്പോൾ അവന് ആദ്യമായിട്ടാണ് കിൻഡർ ഗാർഡനിൽ പോയിട്ട് അതായത് സ്കൂളിൽ പോയിട്ടൊക്കെ ഈ വർഷം ആദ്യമായിട്ടാണ് സ്കൂളുള്ളത് കേട്ടോ. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. കേക്കും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ടാണ് ആൾ കിൻഡർ ഗാർഡനിൽ 3 വർഷം പോയിട്ടും ഇവിടെയൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഇത് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ഇതിൽ എക്സൈറ്റ്മെൻറ്റിൽ ആൾ പോയിട്ടുണ്ട്. പിന്നെ ആൾ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കൊരു സർപ്രൈസായിട്ട് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഇവിടെയും ഒരു ചെറിയ കേക്ക് കട്ടി. നമ്മൾ ഓൾറെഡി സ്കൂളിൽ വിട്ടിട്ടുണ്ട്, കേക്കും ചോക്ലേറ്റൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നമ്മുടെ വീട്ടിലും നമുക്ക് കേക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് എനിക്കാണെങ്കിൽ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ നേരത്തെ അവരിട്ട് പ്ലാൻ ചെയ്ത് തന്നതായതുകൊണ്ട് എനിക്ക് മാറ്റാനും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ എനിക്ക് നാളെ അവധിയായിരുന്നു. അപ്പോൾ ഞാൻ നാളെ ഡ്യൂട്ടി എടുത്തിട്ട് ഇന്ന് അവധി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ല, മാറ്റാനുള്ള ഒരാളെ കിട്ടില്ല. അപ്പോൾ അവിടെ പറ്റിയില്ല. എന്നാൽ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ആണെന്ന് വിചാരിച്ചാൽ എന്നാൽ അവൻ വന്നിട്ട് അവനെ കൊണ്ട് വീട്ടിലൊരു ചെറിയ കേക്കൊക്കെ മുറിപ്പിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാം. അതിന് ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി രാത്രി വന്നു കഴിയുമ്പോൾ ഫുഡ് കഴിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നു. പക്ഷെ വന്നു കഴിയുമ്പോൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല. ഞാൻ വരുമ്പോൾ 11 മണിയാവും രാത്രി. അപ്പോഴേക്കും എന്തായാലും ഉറങ്ങും. പിറ്റേ ദിവസം സ്കൂളിൽ പോകണ്ടേ, അതുകൊണ്ട് എന്തായാലും ഉറങ്ങും. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ ഈ ബാക്കിൽ കാണാൻ തോന്നുന്നു. ഇവിടെ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ ഞാൻ വീർപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ എനിക്ക് വീർപ്പിക്കണം. അപ്പോൾ ഇപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ, സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഇന്ന് നടന്ന് പോയേക്കുന്നത്, വണ്ടി കൊണ്ടുപോകണ്ട. ഞാൻ പറഞ്ഞു പയ്യനെ നടന്ന് പോയാൽ മതി. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെയ്യുമ്പോൾ നടന്നാണ് പോയേക്കുന്നത് അവനെ വിളിക്കാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഇതിൽ പറ്റുന്ന രീതിയിൽ വെച്ച് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഒരു ചെറിയ കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ വീട്ടിൽ മുറിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ കേക്കൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം ഞാൻ എന്തെയോ ഇങ്ങനെ ഓരോരോ ബലൂണുകൾ വീണ്ടും ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ എനിക്ക് ചെയ്യുമ്പോൾ വീർപ്പിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചെയ്യുമ്പോൾ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവരെ പോയി കൊണ്ടുവരട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയിട്ടാ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പം അവരെ കൊണ്ടുവരാൻ പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനിരുന്ന് വേണ്ടിയിരുന്ന് ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ വിചാരിച്ചു മാക്സിമം വീർപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് വീർപ്പിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നടക്കണ കേസല്ല. ഞങ്ങൾക്ക് മറ്റേ ഇത് പമ്പ് ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞങ്ങൾ ഈ മാറി ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങൾ കാണുന്നില്ല. കുറേ സാധനങ്ങൾ എവിടെയൊക്കെ എടുത്ത് വെച്ചിരിക്കണം. അങ്ങനത്തെയൊക്കെ ഒരു ഇതാണ്. ഇനി എല്ലാം തപ്പിപ്പറക്കി ഓരോന്നൊക്കെ എടുത്ത് ഓർഡറായി വരണേ ഉള്ളൂ അല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണെങ്കിൽ വീർപ്പിക്കേണ്ട ഇടയ്ക്ക് കുറേ ബലൂണുകൾ പൊട്ടിയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നെങ്കിൽ കുഞ്ഞു ബലൂണുകളായിരുന്നല്ലോ. അപ്പോൾ അതാണെങ്കിൽ കുറേ പൊട്ടിയും പോകുന്നുണ്ട്, കുറേ വീർപ്പിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമുക്ക് ഇത്രയും ബലൂണ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാൻ ഞാൻ വിചാരിക്കണം. നമുക്ക് ടേബിളിൽ മാത്രം കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി. അപ്പോൾ സെറ്റ് ചെയ്ത് നോക്കി ടേബിൾ ഫുൾ ആവുകയാണെങ്കിൽ ഇത്രയും നിർത്താം. അതിലേക്ക് കുറച്ചും കൂടെ വീർപ്പിച്ചിട്ട് അപ്പം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സർപ്രൈസ് കൊടുക്കൽ ഇങ്ങനെ ഇതേലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അവർക്ക് എന്താണ് ഇഷ്ടമായി ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്കാണെങ്കിലും പിന്നീട് വലുതാവുമ്പോൾ ഇങ്ങനെ ഓർക്കാമല്ലോ. ഞാൻ എപ്പോഴും പിള്ളേരുടെ ഇങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേ ഇങ്ങനെയായിരുന്നു, സെക്കൻഡ് ബർത്ത്ഡേ, തേർഡ് ബർത്ത്ഡേ ഇങ്ങനെയായിരുന്നു എന്ന് അവർ തന്നെ ഓരോ വർഷം കഴിയുമ്പോൾ ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഫോട്ടോസ് വീഡിയോസ് അതൊക്കെ ഉള്ളതാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. കണ്ട 5th ബർത്ത്ഡേക്ക് ഇങ്ങനെയായിരുന്നു, 6th ബർത്ത്ഡേക്ക് ഇങ്ങനെയായിരുന്നു, 4th ബർത്ത്ഡേ അങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അവർ ശരി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റണ സമയത്ത് നമുക്ക് പറ്റണ രീതിയിൽ ചെറിയ രീതിയിൽ, ഇത് വലിയ ഇതൊന്നുള്ളത് ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് ആഘോഷിക്കുക എന്ന് വിചാരിച്ചേക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം ടേബിളും ഇങ്ങനെ അപ്പോൾ ടേബിളും വെച്ചിട്ട് എല്ലാം പറന്നു പോകണം. അപ്പോൾ ഞാൻ വെച്ചിട്ട് സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റിക്കർ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഇത് വെച്ചല്ലോ. പക്ഷെ അതൊന്നും ഇതായില്ല. ഞാൻ ഒരു പറന്നു പോകണത് പോട്ടെ അല്ലാത്തത് വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കുറേ കൂടുതൽ ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ അങ്ങനത്തെ ഹാങ്ങിങ്സ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വീട് മാറിയ ഒരു ഇതായതുകൊണ്ട് എല്ലാം എവിടെയൊക്കെയോ ഇരിക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്ത ആളുടെ ബർത്ത്ഡേ വരുമ്പോഴായിരിക്കുമല്ലോ അടുത്തത് തപ്പണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു. ഇത്രയും ഞാൻ സെറ്റാക്കി. ഇത്രയും ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അവർ വരാറായി എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ ഇത്ര സെറ്റ് ചെയ്തു. ഇവിടെ കുറച്ച് ബലൂണും പിന്നെ ഇവിടെ വെറുതെ കുറച്ച് ബലൂണും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയും കാര്യം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് നോക്കാൻ ബാക്കി. അപ്പോൾ അവരൊന്ന് താഴെ ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം കേക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടത്. കേക്കാണെങ്കിൽ ഐസ് ടൈപ്പ് കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വേഗം താഴെ വന്ന് ബെല്ലടിച്ചപ്പോഴേക്കും ഞാൻ വേഗം കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ അവർ വേഗം സ്റ്റെപ്പ് കയറി എത്തുകയും ചെയ്യും. അപ്പോൾ അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എത്തി കഴിഞ്ഞപ്പോൾ അവനിതൊന്നും അറിയില്ലല്ലോ. അവൻ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് ഈ ബലൂണൊക്കെ കിടക്കണേന്നുള്ള രീതിയിൽ ആളിങ്ങനെ വരികയാണ് കേട്ടോ.
എത്തിയപ്പോഴാണ് ആൾ സർപ്രൈസ് കാണുന്നത്. ഇഷ്ടമായ അപ്പോൾ ആൾ ശരിക്കും സർപ്രൈസ്ഡായി പോയിട്ടാണ്. അപ്പോൾ അതേ ആൾക്കിനി ക്യാൻഡിലൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ചെയ്ത് എന്നിരിക്കണം. അപ്പോൾ ആൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പേടിയാവുണ്ടെന്ന് പറയട്ടെ ക്യാൻഡിലൊക്കെ വെക്കണത്. എന്നാലും വെറുതെ പറഞ്ഞാൽ കുഴപ്പമില്ല വെച്ചോന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനെ പിന്നെ സ്കൂളിലെ വിശേഷമൊക്കെ പറയണം. അവിടെയും കേക്ക് കെട്ടിയിരുന്നിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആൾ ശരിക്കും സർപ്രൈസ്ഡ് ആയ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കേണ്ട. ചെറുതിന് പിന്നെ ഒന്നും മനസ്സിലാവണില്ല, അല്ലാണ്ട് ആളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻഡിലും കൂടെ കത്തിച്ചതിനുമ്പോൾ ആൾ ശരിക്കും ഇങ്ങനെ വണ്ടടിച്ചിരിക്കണം, അയ്യോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു കമ്പിത്തിരി പോലെയാണല്ലോ അതിങ്ങനെ കത്തണത്. അപ്പോൾ ആൾ ശരിക്കും ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ആൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് വേഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് ആൾ. അതുണ്ടത് ക്യാൻഡിലൊക്കെ ഊതി